പദ്ധതി എന്ന ഗ്രാമത്തിലെ സ്ത്രീകൾ എല്ലായ്പ്പോഴും പർദ്ദ കൊണ്ട് മുഖം മറച്ചിരിക്കണം. ഏതെങ്കിലും ഒരു പുരുഷൻ അവിടുത്തെ സ്ത്രീയുടെ മുഖം കണ്ടാൽ ആ സ്ത്രീ ഉടനെ ആത്മഹത്യ ചെയ്യണം. ഇല്ലെങ്കിൽ ഗ്രാമത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജീവനില്ലാതെ ജനിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഈ വിശ്വാസം വർഷങ്ങളായി ആളുകളുടെ മനസ്സിൽ വലിയ ഭയമായി മാറുന്നു. അതേ ഗ്രാമത്തിൽ ജീവിക്കുന്ന പെൺകുട്ടിയാണ് സുബ്ബു. ഒരു ദിവസം ശക്തമായ കാറ്റിൽ അവളുടെ പർദ്ദ പാറിപ്പോകുന്നു. അതേ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫർ അവളുടെ ചിത്രം എടുക്കുകയും പിന്നീട് ആ ചിത്രം ഒരു മാസികയുടെ കവർ ഫോട്ടോയായി വരികയും ചെയ്യുന്നു. ആ ചിത്രം പുറത്തു വരുന്നതോടെ ഗ്രാമത്തിൽ വലിയ ചർച്ചയാവുകയും ഭയവും തുടങ്ങുന്നു. ഇത് ഗ്രാമത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കുന്നു. കാരണം ഗ്രാമത്തിലെ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുകയാണ്. അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ സുബ്ബു ജീവൻ വെടിയണം എന്ന് ഗ്രാമവാസികൾ പറയുന്നു. ഗ്രാമത്തിലെ മുതിർന്നവരും അതേ നിയമം ആവർത്തിച്ചു പറയുന്നു. ഗ്രാമത്തിലെ ആചാരപ്രകാരം സുബ്ബു കിണറ്റിൽ ചാടി മരിക്കാൻ പോലും തയ്യാറാകുന്നു. പക്ഷെ അവളുടെ കാമുകനായ രാജേഷ് അവളെ രക്ഷിക്കുന്നു. താൻ മനഃപൂർവ്വം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതല്ലെന്ന് തെളിയിക്കാൻ സുബ്ബു ഫോട്ടോഗ്രാഫറെ കണ്ടെത്താൻ തീരുമാനിക്കുന്നു. സുഹൃത്തായ രത്നയുടെ കൂടെ അവൾ ഗ്രാമം വിട്ട് പുറത്തേക്ക് യാത്ര തിരിക്കുന്നു. ഗ്രാമം വിട്ട് അവൾ പോകുന്നത് ജീവിതത്തിൽ ആദ്യമായിരുന്നു. അവിടെ അവർ ആമി എന്ന പെൺകുട്ടിയെ കാണുന്നു. ആമി അവർക്ക് പുറം ലോകത്തിലെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ആമിയുടെ വാക്കുകളും പുറലോകത്തിലെ ജീവിതവും കണ്ടപ്പോൾ സുബ്ബുവിനൊരു വലിയ സത്യം മനസ്സിലാക്കുന്നു. പർദ്ദയും ശാപവും എല്ലാം വെറും അന്ധവിശ്വാസം മാത്രമാണ്. സ്ത്രീകളെ ഭയപ്പെടുത്തി നിയന്ത്രിക്കാൻ ഉണ്ടാക്കിയ കഥകളാണെന്ന് അവൾ തിരിച്ചറിയുന്നു. അവസാനം സുബ്ബു ധൈര്യത്തോടെ മുഖം മറയ്ക്കാതെ ഗ്രാമത്തിലേക്ക് തിരികെ വരുന്നു. ആദ്യം ഗ്രാമക്കാർ അത് കണ്ട് വളരെ പേടിക്കുന്നു. പക്ഷെ ഗ്രാമവാസികൾ ഭയന്നിരുന്ന പോലെ ഒന്നും സംഭവിക്കുന്നില്ല. അതേസമയം ഗർഭിണിയായ സ്ത്രീ ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഇതോടെ എല്ലാവർക്കും വലിയ അത്ഭുതം ഉണ്ടാകുന്നു. ഗ്രാമക്കാർ അവരുടെ അന്ധവിശ്വാസം തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. വർഷങ്ങളായി അവർ വെറുതെ ഭയത്തിൽ ജീവിച്ചിരിക്കുന്നതാണെന്ന് തിരിച്ചറിയുന്നു. ഒടുവിൽ സുബ്ബു ദേവി വിഗ്രഹത്തിലെ പർദ്ദ കത്തിച്ചു കളയുന്നു. അത് കണ്ട് ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും തങ്ങളുടെ പർദ്ദകൾ വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു.